വർണ്ണവിവേചനത്തിനെതിരെ പോരാടി വിജയം നേടിയ സാക്ഷാൽ നെൽസൺ മണ്ടേല ഇത്ര വർഷം അദ്ദേഹം ഏകാന്ത തടവിൽ കഴിഞ്ഞു എന്ന് ആലോചിക്കാൻ തന്നെ കഴിയുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു, സർവൈവ് ചെയ്തു, പുറത്തിറങ്ങി രാജ്യത്തെ അത് യഥാർത്ഥ സ്വാതന്ത്ര്യം അതായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മദിനമല്ല, ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണെന്ന്. ദക്ഷിണാഫ്രിക്കയുടെ രാഷ്ട്രപിതാവായ നെൽസൺ മണ്ടേലയുടെ ജന്മദിനമാണെന്ന്. ലോകമെമ്പാടുമുള്ള വിമോചന സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ വ്യക്തിത്വത്തിനുടമയാണ് നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയെ വർണ്ണവിവേചനത്തിൽ നിന്ന് മോചിപ്പിച്ച ആ കറുത്ത വർഗ്ഗക്കാരനായ മുൻ പ്രസിഡന്റിൻ്റെ ബഹുമാനാർത്ഥമാണ് എല്ലാ വർഷവും ഈ ദിനം നെൽസൺ മണ്ടേല ദിനമായി ആചരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഭാഷി നദിയുടെ തീരത്തുള്ള വെസോ എന്ന ഗ്രാമത്തിൽ 1918 ജൂലൈ 18 നെൽസൺ മണ്ടേലയുടെ ജനനം. റോവില്ല എന്നായിരുന്നു മണ്ടേലയുടെ ബാല്യകാലത്തെ പേര്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ 27 വർഷം ജയിലിൽ കഴിയേണ്ടി വന്ന നേതാവായിരുന്നു നെൽസൺ മണ്ടേല. കഠിനവും ക്രൂരവുമായ ഏകാന്ത തടവിന്റെ കാലം പിന്നിട്ട മണ്ടേല സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയത് അനിഷേധ്യനായ ജനനേതാവും രാഷ്ട്രീയ തലവനുമായിട്ടാണ്. 2009 നെൽസൺ മണ്ടേലയുടെ ജീവിതത്തെയും പൈതൃകത്തെയും ആദരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. സമാധാനം, സമത്വം, സാമൂഹ്യനീതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മണ്ടേലയുടെ പരിശ്രമത്തിന് ആദരവ് നൽകിയാണ് ജൂലൈ 18 മണ്ടേല ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി സ്വാധീനിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു. തൻ്റെ വ്യക്തിപ്രഭാവത്താൽ പ്രതിയോഗികളെയെല്ലാം അദ്ദേഹം മിത്രങ്ങളാക്കി മാറ്റി. ഒരു മനുഷ്യാവകാശ പോരാളി, അന്താരാഷ്ട്ര സമാധാന വാഹകൻ, സ്വതന്ത്ര ദക്ഷിണാഫ്രിക്കയുടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് എന്നീ നിലകളിൽ ജനങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ബഹുമാന സൂചകമായി എല്ലാവരും മാഡീബ എന്ന പേരുപയോഗിച്ചാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. 2013 ഡിസംബർ 5 അദ്ദേഹം വിട പറയുന്നത്. കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി ഉശിരോടെ പൊരുതി 27 വർഷം കാരാഗ്രഹവാസം അനുഷ്ഠിച്ചെങ്കിലും ചോരാത്ത സമരവീര്യവുമായി മണ്ടേല മനുഷ്യരോടൊപ്പം നിന്നു. അങ്ങനെ മണ്ടേല എന്ന പേര് ചരിത്രത്തിൽ എഴുതപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.